السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മുഅ്മിനീങ്ങളെ, 21/4/2017 UAE ജുമുഅ ഖുത്ബ വിശുദ്ധ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ധന്യസ്മരണയിൽ ഈ രാജ്യം ഒരു ഉദ്യമമായി ഏറ്റെടുത്തിരിക്കുന്ന ലി അജ്ലികിയ സോമാലിയ നിനക്കു വേണ്ടി എന്ന സോമാലിയയിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള വിഭവ സമാഹരണ ക്യാമ്പയിനെ മുൻനിർത്തി ആലംബഹീനർക്ക് അത്താണിയാവുന്നതിന്റെ മഹത്വമാണ് പ്രതിപാദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅ്തും വസ്മഉ വഅതിഉ. ആവും വിധം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ ശാസനകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും. സ്വന്തത്തിന് ഗുണകരമാവും വിധം ധനം നിങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുക. മുഅ്മിനീങ്ങളെ, ലോക സൃഷ്ടി ചരാചരങ്ങൾക്ക് കാരുണ്യമായാണ് അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത്. ചെറിയവരോടും ബലഹീനരോടും ദരിദ്രരോടും പട്ടിണി പാവങ്ങളോടും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണ കാണിച്ചു. ആ കരുണയുടെ മഹാപാഠങ്ങൾ അവിടത്തെ അനുചരന്മാർ സ്വഹാബികൾ അനുധാവനം ചെയ്തു. അതവരുടെ ജീവിതചര്യയായി മാറി. അങ്ങനെ അള്ളാഹുവിന്റെ കരുണയാഗ്രഹിച്ച് പരസ്പരം കരുണ കാണിക്കുന്നവരാണ് അവരെന്ന് റുഹമാഉ ബൈനഹും എന്ന് ഖുർആൻ അവരെ പരിചയപ്പെടുത്തി. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ, യർഹംകും മൻ ഫിസ് സമാ. എന്നാൽ ഉന്നതിയിലുള്ളവൻ, ആകാശത്തുള്ളവൻ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും. അങ്ങനെ സ്വഹാബികളിലെ ശക്തൻ ദുർബലന് സഹായമരുളി, പണക്കാരൻ വിശന്നവന് ഭക്ഷണം നൽകി. ദാനധർമ്മങ്ങളിലും സുഹൃതങ്ങളിലും അവർ മാത്സര്യബോധത്തോടെ മുന്നേറി. وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير. അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കിയ ധനം നിങ്ങൾ ചെലവഴിക്കുകയും ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം കൈക്കൊള്ളുകയും ധനം ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ടാകും എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം അവർക്ക് ഊർജവും ആവേശവും നൽകി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം വിനിയോഗിക്കുന്നവന് അള്ളാഹു പകരം നൽകുമെന്നും ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നുമാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അള്ളാഹു പറയുന്നു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. എന്തൊരു വസ്തു നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുവോ അവൻ അതിന് പകരം നൽകും. ഏറ്റവും ഉദാത്തമായ ഉപജീവന മാർഗം നൽകുന്നവനാണ് അല്ലാഹു എന്നും ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അല്ലാഹുവിന് നല്ല കടം നൽകാൻ ആരുണ്ട്? ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. എങ്കിൽ അവർക്കവൻ അനേകമടങ്ങായി അത് തിരിച്ചു കൊടുക്കും. മുഅ്മിനീങ്ങളെ, ഹൃദയം നുറുങ്ങുന്ന, കണ്ണുകൾ ഈറനണിയുന്ന ദുരന്തം സൊമാലിയൻ ജനതയെ പിടികൂടിയിരിക്കുകയാണ്. ആ ദുരന്തങ്ങൾ പട്ടിണിയായും ജലദൗർലഭ്യമായും ക്ഷാമമായും വരൾച്ചയായും അവരെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇന്നത് ഒരു മഹാമാനവിക ദുരന്തമായി മാറിയിരിക്കുകയാണ്.
പ്രശ്നബാധിതന് നിങ്ങൾ സഹായം നൽകുകയെന്ന വതുഗീസുൽ മൽഹൂഫ് എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനം മുൻനിർത്തി ആ ജനതയെ സഹായിക്കുവാൻ നമ്മളിൽ ആരുണ്ട്? വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നത് പോലെ അത്അമുൽ ജാഇ, വിശന്നവന് നിങ്ങൾ ഭക്ഷണം നൽകുവിൻ എന്ന ഉത്ബോധനം പരിഗണിച്ച് വിശന്നു വലഞ്ഞ സൊമാലിയൻ ജനതയ്ക്ക് ഭക്ഷണം നൽകുവാൻ ആരുണ്ട്? ഉടുവസ്ത്രമില്ലാത്ത സൊമാലിയക്കാരന് ഒരു പുതുവസ്ത്രം നൽകുവാനും അവന്റെ ബുദ്ധിമുട്ട് തീർക്കുവാനും നമ്മളിൽ എത്ര പേരുണ്ട്? വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഏതൊരാൾ ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകുന്നുവോ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അവന് നാളെ അല്ലാഹു പരലോകത്ത് അവന്റെ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരമരുളുമെന്നാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സൊമാലിയൻ ജനതയുടെ ജീവൻ രക്ഷിക്കുവാനും ആ കുരുന്നുകളോട് അനുകമ്പ കാണിക്കുവാനും വൃദ്ധരോട് അലിവു തോന്നുവാനും നമ്മളിൽ ആരുണ്ട്? വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട് അല്ലാഹു കരുണാർദ്രനായിരിക്കും എന്നാണ് ഈ ഹദീസിന്റെ സാരം. മുഅ്മിനീങ്ങളെ, നൂറുകണക്കിന് സൊമാലിയക്കാരാണ് ക്ഷാമം മൂലം മരിച്ചു വീഴുന്നത്. അമ്മിഞ്ഞ ലഭിക്കാത്ത എത്രയേറെ കുഞ്ഞു പൈതങ്ങളാണ് അവിടെ. തൊണ്ടയിലെ ദാഹമകറ്റാൻ ഒരിറ്റു ജലം ലഭിക്കാതെ എത്ര മനുഷ്യരാണ് ആ നാട്ടിലുള്ളത്. വിശപ്പിന്റെ കാഠിന്യം താങ്ങാനാവാതെ എത്ര സ്ത്രീജന്മങ്ങളാണ് അവിടെ നമുക്ക് കാണാനാവുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി നിലവിളിക്കുന്ന മക്കളെ ഓർത്ത് ആ ഉമ്മമാർക്ക് കരച്ചിലടക്കാനാവുന്നില്ല. ആ കണ്ണുനീർ തുടക്കാൻ നമ്മളുണ്ടായാൽ അത് നമ്മുടെ വിജയമാണ്. അവരുടെ മുഖത്തു നിന്ന് മാഞ്ഞുപോയ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരാൻ നാം മുൻകൈയെടുത്താൽ, അവരുടെ മാനസങ്ങളിൽ സന്തോഷം വിടർത്താൻ നാം മുന്നിട്ടിറങ്ങിയാൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, തന്റെ സഹോദരന് നീ നൽകുന്ന സന്തോഷമാണ്, അവന്റെ ഹൃദയത്തിൽ നീ വിടർത്തുന്ന ഒരു പുഞ്ചിരിയാണ് എന്ന് വിശുദ്ധ റസൂൽ. അവിടുന്ന് വീണ്ടും പറയുന്നു, ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ അവന്റെ ഒരു ബുദ്ധിമുട്ട് നീ ദൂരീകരിക്കലാണ്. ഔ തഖ്ലീ അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ ഒരു കടബാധ്യത നീ വീട്ടിക്കൊടുക്കലാണ്. അല്ലെങ്കിൽ അവന്റെ പട്ടിണിയെ നീ ഇല്ലാതാക്കലാണ്. ഔ തത്റുദു അൻഹു ജൂഅ, അല്ലെങ്കിൽ അവന്റെ പട്ടിണിയെ നീ ഇല്ലാതാക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനം അല്ലാഹുവിങ്കൽ അതിമഹത്തരമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. ഖുർആൻ നമ്മളോട് പറയുകയാണ്, സ്വന്തത്തിനായി വല്ല നന്മയും നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നുവെങ്കിൽ അത് കൂടുതൽ പുണ്യകരവും മഹത്തായ പ്രതിഫലത്തിനർഹവുമായി അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് കണ്ടെത്താനാവും. ഖുർആൻ വീണ്ടും നമ്മോട് പറയുന്നു, ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖറദുല്ലാഹ ഖർദൻ ഹസനൻ യുളഅഫു ലഹും വലഹും അജ്റുൻ കരീം. ഖുർആൻ പറയുന്നു, ദാനശീലരായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവരുമാരാണോ ഇരട്ടിയായി അതവർക്ക് നൽകപ്പെടും, ഉദാരമായ പ്രതിഫലവും അവർക്കുണ്ടാകും എന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു അത് അന്ത്യനാളിലേക്ക് സൂക്ഷിച്ചു വെക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ കുല്ലു ംരിഇൻ ഫീ ളില്ലി സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്, നാളെ അന്ത്യനാളിൽ ഓരോരുത്തരും ജനങ്ങൾ
ജനങ്ങൾക്കിടയിൽ സ്വർഗാവകാശികളെന്നും നരകാവകാശികളെന്നും തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന സമയം വരെ ഓരോരുത്തരും അവർ ചെയ്ത ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും. കാരണം ദരിദ്രനും പാവപ്പെട്ടവനും ഭൂമിയിൽ അവൻ തണലേകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അവന്റെ ദാനധർമ്മങ്ങൾ വഴി ആ ദാനധർമ്മങ്ങൾ കൊണ്ട് അവന് തണലൊരുക്കുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഞെരുക്കം അനുഭവിക്കുന്നവന് ആര് ആശ്വാസം പകരുന്നുവോ അവന് ഭൂമിയിലെന്നല്ല പരലോകത്തും അള്ളാഹു ആശ്വാസമേകും. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. ഒരാൾ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവനെ അള്ളാഹു സഹായിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളോട് കാണിക്കുന്ന കാരുണ്യം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവർഷത്തിന്റെ ഹേതുകമാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്ന് നന്മ ലഭിക്കാനുള്ള എളുപ്പവഴിയാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ധന്യസ്മരണകൾ നാം ആവേശപൂർവ്വം ഓർത്തെടുക്കുന്ന ഈ വേളയിൽ വിശുദ്ധ ദീൻ അടിവരയിട്ട് പഠിപ്പിക്കുന്ന സീമകളില്ലാത്ത മാനവിക കാരുണ്യത്തിന്റെയും നന്മയുടെയും ക്ലേശതകൾ ദൂരീകരിക്കുന്നതിന്റെയും മഹാപാഠങ്ങൾ നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആളുകൾക്ക് നാം കരുണയാവണം. അവർക്ക് ബുദ്ധിമുട്ടും വൈമനസ്യവും വരുത്തുന്ന ഒന്നും നാം ചെയ്തു പോവരുത്. നന്മയുടെ മനസ്സും സഹായഹസ്തവും ലോകർക്ക് സമർപ്പിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നത് പോലെ ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. സൽക്കർമ്മികളുടെ പ്രതിഫലം അല്ലാഹു വൃഥാവിലാക്കുകയേ ഇല്ല. മാത്രമല്ല ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. ദാനധർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നും ഖുർആൻ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൊമാലിയയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ഈ മഹാരാജ്യത്തിന്റെ സച്ചരിതരായ നേതൃത്വം ആഹ്വാനം ചെയ്യുന്നത് പ്രകാരം സൊമാലിയയോടൊപ്പം നിൽക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളാലാവുന്നത് നമുക്ക് ചെയ്യാം. ആവും വിധം നമുക്ക് പങ്കാളികളാവാം. ഭക്ഷണവും വസ്ത്രവുമില്ലാത്ത, വെള്ളവും മരുന്നുമില്ലാത്ത ദുരന്തപൂർണമായ ചുറ്റുപാടാണ് ഇന്നവിടെ നിലകൊള്ളുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ മൻ കാന ഇൻദഹു ഫദ്ലു സാദിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹ്. നിങ്ങളിൽ പാഥേയം, യാത്രയിൽ ഉപയോഗിക്കാനുള്ള ഭക്ഷണം കയ്യിൽ കൂടുതലുള്ളവൻ, ഉപയോഗശേഷം ബാക്കിയുള്ളവൻ ഇല്ലാത്തവന് അത് നൽകിക്കൊള്ളട്ടെ എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. അതുകൊണ്ട് രാജ്യം നെഞ്ചേറ്റിയ ഈ വലിയ പദ്ധതിയിൽ നമുക്കും ദാനധർമ്മങ്ങളിലൂടെയും നമ്മുടെ സക്കാത്ത് വിഹിതത്തിലൂടെയും പങ്കാളികളാവണം. നന്മയിൽ നിങ്ങൾ ചിലവഴിക്കുന്നതെന്തും അള്ളാഹുവിന് നന്നായി അറിയാം. ഖുർആൻ പറയുന്നത് പോലെ വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിഹി അലീം എന്നാണ് ഖുർആൻ പറയുന്നത്. നാം നൽകിയ സഹായം ഒരു പക്ഷേ ഒരു കുഞ്ഞിന്, ഒരു ഉമ്മയ്ക്ക്, ഒരു വൃദ്ധന് പുതുജീവൻ നൽകിയേക്കാം. അങ്ങനെ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരാൾക്ക് ജീവൻ നൽകിയവൻ, ഒരാളുടെ ജീവിതത്തിന് വഴി നൽകിയവൻ, അവൻ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ജീവൻ നൽകിയവനെ പോലെയാണെന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിൽ നമ്മളും ഉൾപ്പെട്ടേക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.